എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിച്ച് നോക്കിയാലോ? അതും രണ്ട് ഷോർട്സ് വീഡിയോ കൊണ്ട് മാത്രമാണ്. ഈ വീഡിയോന്റെ അവസാനം നിങ്ങൾ ഒരാൾക്ക് ആ അക്കൗണ്ട് ഞാൻ ഗിവ് അവേ തരുന്നതായിരിക്കും. വീഡിയോന്റെ അവസാനം ഗിവ് അവേ റൂൾസിനെ പറ്റിയൊക്കെ പറയുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കും എൻ്റെ പോലെ 1000 സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം കൊണ്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തതും. ബട്ട് എനിക്ക് തോന്നി പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാളും നല്ല കണ്ടു തന്നെ മനസ്സിലാക്കൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ ചാനൽ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിനെ നല്ല രീതിക്ക് തന്നെ ബാധിക്കുമെന്ന് വെച്ചാൽ മെയിൻ ചാനലിന്റെ വ്യൂസ് കുറയാനും ഫ്രീസ് ആവാനും ചാൻസ് ഉണ്ട്. അതിന് പകരം നിങ്ങൾ ഓരോ ഫോണിലും 2 ചാനൽ വെച്ചിട്ട് നിർമ്മിക്കുക. അതാണ് കുറച്ചുകൂടി സേഫ്. നിങ്ങളുടെ അടുത്ത് ഒരു ഫോൺ മാത്രമേ ഉള്ളൂ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 1, 2, 3 ചാനൽ വരെ നിർമ്മിക്കാം. അതിനപ്പുറം മാക്സിമം പോവാണ്ടിരിക്കുക. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ആദ്യത്തെ ടിപ്പ്. അങ്ങനെ ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ചോദിച്ചു. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുറച്ചൊരു സിമ്പിള് ChatGPT പോയിട്ട് അന്വേഷിക്കലാണ്. കാരണം നമ്മളൊരു നെയിം അന്വേഷിക്കുമ്പം അത് അധിക ചാനലിനും ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ യുണീക്ക് ആയിട്ട് ചിന്തിക്കണം. അതിനായി ഞാൻ ChatGPT പോയി എന്റർടൈൻമെന്റ് ബെസ്റ്റ് യൂണിക് ചാനൽ നെയിം എന്നൊക്കെ സെർച്ച് ചെയ്തു. അതെ, ഞാനൊരു എന്റർടൈൻമെന്റ് ചാനലാണ് നിർമ്മിക്കാൻ പോകുന്നത്. അതിൽ ഗെയിമിംഗ് വരാം, പലതും വരാം. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ജനറൽ എന്റർടൈൻമെന്റിൽ റിയൽ റിയോട്ട്, ബസ് വേവ്, എപ്പിക് സ്ക്രീൻ ഇങ്ങനത്തെ കുറെ നെയിംസ് ഒക്കെ കാണാം. അതിന്റെ അടിയിൽ പോയാൽ കുറെ കാറ്റഗറീസിനുള്ള ഡിഫറെന്റ് നെയിംസ് ഉണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറിയാ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൽ നെയിംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ഞാനിതിൽ ദ ഫൺ എന്ന് പറയുന്ന ഈ ഒരു നെയിമാണ് കോപ്പി ചെയ്തത്. അത് ജനറൽ ഉള്ളതാണ്. എനിക്ക് കുറച്ചൊരു നല്ലതായിട്ട് തോന്നിയ ആ ഒരു നെയിമാണ്. ഞാൻ ഫൺ വരെ ഫസ്റ്റ് നെയിമിന്റെ ഓപ്ഷനിൽ കൊടുത്തു. ഡെൻ ഞാൻ ലാസ്റ്റ് നെയിമിലും കൊടുത്തു. ഇനി നമ്മളെ ചാനലിന് വേണ്ടി നല്ലൊരു ലോഗോ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ ഗൂഗിളിൽ പോയിട്ട് ബെസ്റ്റ് എന്റർടൈൻമെന്റ് ചാനൽ ലോഗോ എന്ന് സെർച്ച് ചെയ്തു. എല്ലാം നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്യാം. അപ്പം ഗൂഗിൾ നിങ്ങൾക്ക് കുറെ ലോഗോ ഒക്കെ കാണിച്ചു തരും. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഒറ്റക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു ലോഗോ സെലക്ട് ചെയ്യുക. അനക്കെന്തായാലും ഈ ഒരു ലോഗോയാണ് ഇഷ്ടപ്പെട്ടെ. ഞാൻ വേറൊന്നും നോക്കിയില്ല, സ്ക്രീൻഷോട്ട് എടുത്ത് സാധനം എടുത്തു. പിന്നെ ഞാൻ അതെന്റെ ചാനലിന് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ലോഗോ സെറ്റായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാനറൊക്കെ വെക്കാൻ നല്ല പണിയാണ്. നല്ല രീതിക്കുള്ള ഫോട്ടോ ഒക്കെ വെച്ച് ഒപ്പിച്ചെടുക്കണം. അതുകൊണ്ട് എന്തായാലും ഞാൻ ബാനർ ഒന്നും വെക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും ഞാൻ എങ്ങനെയാണ് AI വീഡിയോസ് ഒക്കെ എടുക്കുന്നതെന്ന്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിന്റെ ഷോർട്സിൽ നോക്കിയാൽ കാണാം മൊത്തം AI വീഡിയോസ് ആണ്. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനായി നിങ്ങൾക്ക് AI വീഡിയോ ജനറേറ്റർ എന്ന് പറയുന്ന ആപ്പ് വേണം. ഇത് പ്ലേ സ്റ്റോറിലുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ആക്കാം. ഞാൻ എന്തായാലും ഹാപ്പി മൂഡ് എന്നാണ് ഡൗൺലോഡ് ആക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ പ്രീമിയം ഓപ്ഷൻസും ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. ഇതിൽ അപ്ഡേറ്റ് വന്നിട്ട് ഞാൻ എന്തായാലും ഇത് അപ്ഡേറ്റ് ആക്കാൻ ഇടുകയാണ്. ഹാപ്പി മൂഡ് നിങ്ങൾ ഡൗൺലോഡ് ആക്കിയാലും നിങ്ങൾക്കുള്ള ഗുണങ്ങള് ഏഡ് ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു വെറുപ്പീരും ഉണ്ടാകത്തില്ല. ഹാപ്പി മോഡ് എങ്ങനെ ഡൗൺലോഡ് ആക്കാന്ന് വെച്ചാൽ ക്രോമിൽ പോയി ഹാപ്പി മോഡ് എന്ന് അടിച്ചാൽ ഒരു പച്ചക്കൊമ്പുള്ള ഒരുത്തനെ കാണാൻ സാധിക്കും. ഇത് മേലെ തന്നെ ഉണ്ട്. ഇത് പിടിച്ച് ഞെക്കുക. പിന്നെ അടി തന്നെ ഉണ്ട് ഡൗൺലോഡ്. അത് ഡൗൺലോഡ് ആക്കിയാൽ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാം. അതൊക്കെ ഞാൻ ആദ്യം കൊടുത്ത പ്രോംപ്റ്റ് ആണ്. അതൊക്കെ മൈച്ചാലിയ. എന്നിട്ട് ഞാൻ ഇവിടെ ഗേൾ ഈറ്റിംഗ് മെയ്ഡ് ഫോർ ലാവ എന്ന് കൊടുക്കുകയാണ്. ഒരു പ്രോംപ്റ്റ് അടിക്കുക, ജനറേറ്റ് ചെയ്യുക. അങ്ങനെ ഇത് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ്. ഇവിടെ ഏഡ് കാണാനൊക്കെ പറയും. നമ്മളത് ഞെക്കിയ ഏഡൊന്നും വരത്തില്ല. കറക്റ്റ് നമ്മളെ സാധനം തന്നെ വരും. അടിയിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ആക്കാം. ഡൗൺലോഡ് ആക്കിയത് നമ്മളെ ഗാലറി തന്നെ വരും. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ എന്തായാലും ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ആക്കുകയാണ്. ഡൗൺലോഡ് ചെയ്യേരം ഡൗൺലോഡ് സക്സസ്ഫുള്ളി എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് ഇനി നമുക്ക് ഗാലറി ചെക്ക് ചെയ്ത് നോക്കാം. എടുക്കണ് ഗാലറിയിലെ നമ്മളെ AI വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനെ പ്രോംപ്റ്റ് അടിച്ചിട്ടും AI വീഡിയോ ഉണ്ടാക്കാം. വേറെ നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ എടുക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ യൂട്യൂബ് പോയി ഉദാഹരണത്തിന് യുവർ ബർത്ത്ഡേ മന്ത് AI വീഡിയോ എന്ന് അടിച്ച്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറെ AI വീഡിയോസ് ഒക്കെ കാണാം. അതിലധികം ബോറിംഗ് ഒന്നും ഇല്ലാത്ത ഹ്യൂമന്റെ ഫോട്ടോ ഇല്ലാത്ത ഒരു AI വീഡിയോ എടുക്കുക. എന്ന് വെച്ചാൽ അടിയിൽ ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓല ഫോട്ടോ ഇല്ലാത്ത ഒരു AI വീഡിയോ എടുക്കുക. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് വേറൊരു പരിപാടി ഉണ്ട്, കാണിച്ചു തരാം. സോറി ഗൈസ്, പറയാൻ മറന്നുപോയി. കോപ്പി ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ എങ്ങനെ കോപ്പി ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ ഷെയർ ബട്ടൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ട ഒരു ഷെയറിന്റെ ഒക്കെ ചിഹ്നമായിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ എഴുതി കാണിക്കും കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ കോപ്പിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സാധനം റെഡിയായി. ഇനി വേറൊരു പരിപാടി ഉണ്ട്. നിങ്ങൾ ക്രോമിൽ പോയി യൂട്യൂബ് MP4 നടിക്കുക. MP3 നടിക്കാണ്ടിരിക്കുക. 3 നടിച്ചാൽ ഓഡിയോ ഡൗൺലോഡ് ആക്കേണ്ടതാണ്. MP4 തന്നെ അടിച്ചിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇത് ഗൈസ് MP3 MP4 in 4K ക്വാളിറ്റി എന്ന് പറയുന്ന വെബ്സൈറ്റ് കണ്ട. ഇത് ഡൗൺലോഡ് ആക്കുക. ഇത് മൊബൈലുണ്ട്, PC
ഡിയിലുണ്ട്, എല്ലാത്തിലുണ്ട്. അതൊക്കെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും 4K ഒന്നും സെലക്ട് ചെയ്യുന്നില്ല, 1080p സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ നിങ്ങൾ കോപ്പി ചെയ്ത സാധനം അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും. എന്നിട്ട് അടിയിൽ ഡൗൺലോഡിങ്ങിന്റെ ഓപ്ഷൻ വരും. ഇപ്പൊ പ്രോസസ്സിങ്ങിലാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഡൗൺലോഡ് ആക്കിയിട്ട് പലർക്കും അവരുടെ ഫേസ് കാണിക്കാൻ മടിയായിരിക്കും. അപ്പൊ നിങ്ങൾ 2D അഡോബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ അഡോബി വെബ്സൈറ്റ് കയറിയിട്ട് ഇവിടെ നമുക്ക് ഓരോ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. 2Dയിൽ വേണ്ട പോലെ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇതാണ് 2Dന്റെ. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ കൂടാതെ ആനിമൽ അങ്ങനത്തെ കുറെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഇതാ ഈ ഓൾ എന്നുള്ള സാധനം തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ ആനിമലിനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പൂച്ച കണ്ട അതുപോലത്തെ ഒക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യാനൊക്കെ പറ്റും. ഞാൻ എന്തായാലും ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്തിട്ട് ബാക്കി പറഞ്ഞു തരാം. ഞാൻ എന്തായാലും ഈ ഒരു ക്യാരക്ടറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അടിയിൽ റെക്കോർഡ് ബട്ടൺ ഞെക്കിയിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പറയാണ്ടെന്ന് ഇവന്റെ ലിപ്സ് അനങ്ങത്തില്ല. നമ്മൾ കുറച്ച് വീഡിയോക്ക് ഒറിജിനാലിറ്റി വരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം ഒരു പാട്ടാട്ടം പാടിയാൽ മതി. എണ്ണു കൊടുത്താൽ കുറെ ടൈം പ്രോസസ്സിംഗ് ഉണ്ടാവും. പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ എന്തോ പറഞ്ഞുകൊണ്ട് ഇവന്റെ ലിപ്സ് ഒക്കെ അനങ്ങുന്നുണ്ട. നിങ്ങളൊന്നും മിണ്ടാണ്ടത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഈ ലിപ്സ് ഒന്നും അനങ്ങത്തില്ല. പിന്നെ എല്ലാം കഴിഞ്ഞാൽ അതിന്റെ അരിയത്തൊരു ഡൗൺലോഡ് ഉണ്ടാവും. അവൻ കൂടി ഞെക്കിയാൽ സാധനം റെഡി. ഇത് ഫോണിലും ഉണ്ട്. ജസ്റ്റ് നല്ലൊരു എഡിറ്റിംഗ് ആപ്പ് വേണം. ഞാൻ എന്തായാലും ക്യാപ് കട്ട് ആണ് എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ക്യാപ് കട്ട് ഓപ്പൺ ആക്കുക. നിങ്ങൾ എന്തായാലും മൈക്കിൾ എഡിറ്റിംഗ് ആപ്പ് എടുക്കാൻ നോക്കുക. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് ആപ്പ് തന്നെ വർത്താനം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടാം. ഇത് ഞാൻ മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. ഇതാണ് ആ വീഡിയോ. ഇതാണ് നമ്മളെ ചാനലിൽ നമ്മൾ ഇടാൻ പോകുന്നത്. വെറുതെ വീഡിയോ എടുത്തിട്ടാലൊന്നും വൈറൽ ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു നടുഭാഗത്തൊക്കെ ആയിട്ട് എന്തെങ്കിലും ഹുക്ക് വെക്കണം. ഉദാഹരണത്തിനായി നിങ്ങൾക്ക് ബർത്ത്ഡേ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അങ്ങനത്തെ എന്തെങ്കിലും ഹുക്ക് വെക്കണം. അങ്ങനെയൊക്കെ വെച്ചാൽ മാത്രമേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ. സബ്സ്ക്രൈബും ലൈക്കും കൂടിയാൽ മാത്രമേ നമ്മൾ വീഡിയോ വൈറലും ആവത്തുള്ളൂ. അങ്ങനത്തെ എന്തെങ്കിലും വെക്കാൻ ശ്രമിക്കുക. അത് മിസ് ചെയ്യാണ്ട് വെക്കുക. അതാണ് ഈ വീഡിയോയിൽ ഒറ്റക്കും ഇമ്പോർട്ടന്റ് സാധനം. ഉദാഹരണത്തിന് ഇന്ത്യ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതൊക്കെ വെച്ചാൽ മതി. അതെന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പം വെറുതെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ആരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നില്ല. അതിന് പകരം ഇന്ത്യ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പറഞ്ഞാൽ എങ്ങനെയായാലും കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും. ഇതാ ഞാനിപ്പോൾ നിങ്ങളോട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോ? ഇല്ല. പകരം ഞാൻ നിങ്ങളുടെ അമ്മയെ ഇഷ്ടമാണ് നിങ്ങൾ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം 1000-ന് മേലെ സബ്സ്ക്രൈബേഴ്സ് സ്കോർ ചെയ്യാൻ പറ്റും. വീഡിയോ വൈറൽ ലിസ്റ്റിലേക്ക് പോവുകയും ചെയ്യും. ഒരിക്കലും ഫ്രീസ് ആവത്തില്ല. എപ്പോഴും ഓടിക്കൊണ്ട് തന്നെ നിൽക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാക്കില്ലേ? ഈ സെയിം സാധനം ഈ ചാനലിന്റെ ഷോർട്സ് വീഡിയോ ഉണ്ടാവും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഞാൻ നേരത്തെ ഉണ്ടാക്കിയ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ടൈമാണ്. ആദ്യം തന്നെ ഞാൻ ആ വീഡിയോ ഞെക്കി പിടിച്ച് അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾ എന്തായാലും യൂട്യൂബിൽ നിന്ന് അപ്ലോഡ് ചെയ്യാണ്ട് ശ്രമിക്കുക. അതിന് പകരം ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മളോട് യൂട്യൂബ് ഇത് ആൾട്ടർനേറ്റ് കണ്ടന്റ് ആണോ എന്ന് ചോദിക്കും. എന്തായാലുമാണ്. ഇത് AI വീഡിയോ അല്ലേ? AI വീഡിയോ ഒക്കെ അതിൽ പെടും. പിന്നെ നമ്മൾ തംബ്നെയിലും ടെസ്റ്റ് ഒക്കെ ആഡ് ആക്കി വെച്ചിട്ട് ഇനി നേരെ അപ്ലോഡ് ചെയ്താൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒറ്റക്ക് മുതൽ സെർച്ചിങ് ലിസ്റ്റിലുള്ള സാധനമായിരിക്കണം നമ്മൾ ടൈറ്റിലാക്കി വെക്കേണ്ടത്. ഉദാഹരണത്തിന് ഇതിന് ഞാൻ കൊടുത്തത് ബെഡിങ് അക്കോർഡിംഗ് ടു യുവർ ബർത്ത്ഡേ മന്ത് എന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇമോജ് ഒക്കെ വെച്ചാൽ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടാവും. പിന്നെ അത് കോപ്പി ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം YT ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഹാഷ്ടാഗ് ഒക്കെ കൊടുക്കത്തില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും കൊടുത്തു വെച്ചാൽ കുറച്ചുകൂടി നന്നാവും. എന്ന് വെച്ച് ഓവറാക്കി ചളാക്കാൻ പാടില്ല. കുറേ ഹാഷ്ടാഗ് ഒക്കെ വെച്ചാൽ കുറച്ച് ബോറായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വെച്ച് സെറ്റ് ആക്കുക. പിന്നെ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്കറിയാം. ടാക്സിലൊരു കാര്യം ഇല്ലെങ്കിലും വെറുതെ എന്തെങ്കിലും അങ്ങ് കൊടുക്കുക. ഒരു 3 ലൈനൊക്കെ മതി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു വീഡിയോ ഒക്കെ ഇടുന്നല്ലേ, അതുകൊണ്ട് എല്ലാം കൊടുക്കലും നല്ലതാണ്. അഥവാ ബെനിഫിറ്റ് ഉണ്ടെങ്കിലോ പറയാൻ പറ്റത്തില്ല. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഞാൻ നേരത്തെ പറയോ മറന്നു വയ്ക്കുന്നു തോന്നുന്നു. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അൺഇൻസ്റ്റാൾഡ് ആയിരിക്കണം. എന്നിട്ട് കുറച്ച് കൈമാണ് നമ്മൾ പബ്ലിക് ആക്കേണ്ടത്. ഇപ്പോഴൊന്നുമല്ല. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളൊരു 12 മണിക്ക് ആ വീഡിയോ ഇടുന്നതാണെങ്കിൽ 12:15 പബ്ലിക് ആക്കാൻ ശ്രമിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോ റിസൾട്ട് നോക്കി. 114 വ്യൂസും 0 സബ്സ്ക്രൈബേഴ്സും ആണ്. അത് വെച്ച് നമ്മൾ തളരാൻ പാടത്തില്ല. നമ്മളിപ്പോൾ ഒക്കെ അവിടെ തളർന്നു പോവും. അത് വിചാരിച്ചിട്ട് നമ്മൾ തളരൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ആക്കുക. നമ്മൾ അത്രക്കും എഫേർട്ട് ചെയ്തിട്ട് ഈ വീഡിയോ ഇട്ടാണെങ്കിൽ യൂട്യൂബ് എങ്ങനെ പോയാലും നമുക്ക് റിസൾട്ട് തരും. ഞാൻ തളരാതെ 5 മണിയൊക്കെ ആകുമ്പം എൻ്റെ രണ്ടാമത്തെ വീഡിയോയും അപ്ലോഡ് ആക്കാൻ തീരുമാനിച്ചു. വ്യൂസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഉറപ്പിച്ച് തന്നെ അങ്ങ് അപ്ലോഡ് ആക്കുക.
അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, സബ്സ്ക്രൈബേഴ്സ് 6000 കൂടി 443 അങ്ങനത്തെ സംതിങ് ഒക്കെ വ്യൂസും ആയി. നിങ്ങളിപ്പം വിചാരിക്കും ഇതൊക്കെ വല്ല സംഭവമാണോന്ന്, ആകെ 6 വ്യൂസ് ഒക്കെ ഉള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇപ്പോഴാണ് നമ്മളെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇനിയാണ് വ്യൂസ് കൂട്ടിക്കൊണ്ടിരിക്കുക. പിറ്റേ ദിവസം രാവിലെ ഞാൻ YT സ്റ്റുഡിയോത്ത് ഒന്ന് സൈപ്പ് ചെയ്ത് തരാം. 1002 സബ്സ്ക്രൈബേഴ്സ്. വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു കുറേ ഉണ്ട്. 60,000 സംതിങ്ങോളം വ്യൂസ് ഒക്കെ ഉണ്ട്. 40,000 സംതിങ്ങോളം വ്യൂസ് ഒക്കെ ഉണ്ട്. ഈ ഒരൊറ്റ വീഡിയോ തന്നെ 900 സംതിങ് സബ്സ്ക്രൈബേഴ്സും. ഇവിടെ നോക്കിയാൽ കാണാം സ്വൈപ്പിഡ് റേഷ്യോ കുറവാണ്, ഒറ്റക്കും കൂടുതൽ സ്റ്റേ വാച്ചിങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തതും. അതാണ് നമ്മൾ ആദ്യം ചെയ്ത ഉക്കിന്റെ പവർ. ആക്രാന്തത്തിൽ ഞാൻ വെറുതെ മേലെ നിന്ന് താഴെ വലിച്ചു നോക്കി. 2 4 കൂടി, 4 6 കൂടി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. പിന്നെ വലിച്ചു നോക്കി കൂടിയില്ല. അത് കൂടുകയൊക്കെ ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കൂടും. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂടാത്തതുകൊണ്ട് ആ ചാനൽ നിർത്തിപ്പോയിരുന്നെങ്കിൽ അത് പിന്നെ വളരാതിരുന്നേനെ. ഞാൻ വീണ്ടും അതിൽ വീഡിയോ ഇട്ടു, അതിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കി. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും കിട്ടിയത്. വെറും 2 വീഡിയോ എന്നാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. ഇപ്പം അത് കുറച്ചുകൂടിയും കൂടിയിട്ടുണ്ടാവും. അതാ പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും തളരാൻ പാടില്ല, പരിശ്രമിച്ചു കൊണ്ട് തന്നെ ഇരിക്കണം. ഇനി ഞാൻ ഗിവ് അവേൻ്റെ റൂൾസ് പറയാം. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ മതി. അടുത്ത വീഡിയോയിൽ കമന്റ് പിക്കർ വഴി ആയിരിക്കും നമ്മൾ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുക്കോ ഇഷ്ടപ്പെട്ടിക്കില്ലേ എന്നൊക്കെ വെച്ചാൽ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയാൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തു പോവുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കാർക്കെങ്കിലും ആ ചാനൽ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്.